കരയൊന്നും വേണ്ട. നമ്മളെ എന്താ വെച്ചാലേ നമ്മളെ ഇതിൻ്റെ മോനാണ് രൂപേഷ്, 27 വയസ്സായി. പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറഞ്ഞ അസുഖമാണ്. മജ്ജ മാറ്റി വെക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇപ്പം ലാസ്റ്റ് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ ATG ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പറഞ്ഞു. അതിന് 10-15 ലക്ഷത്തിന് ചിലവ് വരുന്നുണ്ട്. ഞങ്ങളെ കൊണ്ട് അത്രയും പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. നല്ലവരായ നാട്ടുകാർ ഞങ്ങളെ സഹായിക്കും. എൻ്റെ കുട്ടീനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് പറയാനുള്ളൂ. എൻ്റെ കുട്ടിക്ക് വേറെ ആരുമില്ല. ഞങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിക്കും. ഇത്രയും പൈസ ഞങ്ങളെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. കരയൊന്നും വേണ്ട. നമ്മളെ എന്താ വെച്ചാലേ നിങ്ങളെ ഈ പ്രയാസത്തെ ആളുകൾ കാണുന്നുണ്ട്. അത് അവർ സഹായിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ലല്ലോ. നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയുക, ഒരു പ്രയാസമാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും നമ്മൾ സമൂഹത്തിൻ്റെ മുമ്പിലാണ് പറയുന്നത്. നമ്മളെ കൈപിടിക്കാൻ നാട്ടുകാരും അതേപോലെ തന്നെ മറ്റു ജനവിഭാഗങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നമ്മളെ രൂപേഷിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ചെറിയ പ്രായമാണ്, 10-27 വയസ്സുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ നാട്ടുകാരത് കാണും. നമ്മളേതായാലും ഓരോട് പറയുന്നുണ്ടല്ലോ. നാട്ടുകാരോടാണ് നമ്മൾ പറയുന്നത്, ജനങ്ങളോട്, മനുഷ്യരോടാണ് നമ്മൾ പറയുന്നത്. ഒരു കൈ പിടിക്കാതിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെ വിശ്വാസങ്ങൾ. എന്തായാലും നമ്മൾ സമാധാനമായിട്ടിരിക്കും കേട്ടോ. ഓല് എന്തായാലും നമ്മളെ സഹായിക്കും. ഞാനിപ്പോൾ ഒരുപാട് പ്രയാസത്തിലാണ്. എനിക്ക് അത്രയും വലിയൊരു അസുഖമാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ. എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഭാര്യയുടെ കൂടെ ഒന്ന് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. എനിക്കിനി ഒരുപാട് കാലം മുന്നോട്ട് പോയി ജീവിക്കണം തന്നെയാണ്. അതിനെനിക്ക് നിങ്ങളുടെ സഹായമാണ് ഇപ്പോൾ വേണ്ടത്. എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. എല്ലാവരും എന്നെ സഹായിക്കണം. അസുഖമൊക്കെ മാറി അവരെ നല്ല രീതിയിൽ ജീവിച്ചു പോകണം. എനിക്ക് അത്രയും പറയാം. എൻ്റെ കുട്ടീൻ്റെ അസുഖം എങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടിയാൽ മതി. എനിക്ക് എല്ലാവരും ഞങ്ങളൊന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരോടും പറയാനില്ല. അതുകൊണ്ടാണ് എല്ലാവരോടും ഞങ്ങൾ കൈ നീട്ടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, രൂപേഷ് എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ 27 വയസ്സ് മാത്രം പ്രായമുള്ള ആ സഹോദരന് പിടിപെട്ട പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്ന മാരകമായ ഒരു രോഗം. നിർധനനായ കുടുംബത്തിൻ്റെ ഒരു പ്രയാസകരമായൊരവസ്ഥയിൽ ഒത്തുകൂടിയ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് അടക്കം ഇവിടുത്തെ ജനപ്രതിനിധികൾ, അതേപോലെ തന്നെ രാഷ്ട്രീയക്കാർ, അങ്ങനെ സാമൂഹിക മേഖലയിലുള്ള എല്ലാ ആളുകളും ഒത്തൊരുമിച്ചു കൊണ്ടാണ് ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാന്യനായ ഇല്ലിക്കൽ ഹുസൈൻ സാഹിബ്, അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിലെ തോട്ടക്കര പ്രദേശത്ത് താമസിക്കുന്ന രൂപേഷ് എന്ന പ്രിയ സുഹൃത്തിനെ അപ്ലാസ്റ്റിക് അനീമിയ എന്ന മാരക രോഗം ബാധിച്ചിട്ട് ഏകദേശം 2 വർഷത്തോളമായി. വെല്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു ചികിത്സ 1 വർഷത്തോളം നടന്നിരുന്നത്. മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ മജ്ജ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. ഇപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ ചികിത്സയാണ് ഇപ്പം ഈ പേഷ്യൻ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ചികിത്സയ്ക്ക് വലിയ ഭീമമായ സംഖ്യ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യം ഞങ്ങൾ നാട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു ചെറിയ പിരിവൊക്കെ നടത്തി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു സംഖ്യ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തുള്ളൊരു വീഡിയോ ഞങ്ങൾ കൂട്ടമായി ചെയ്യുന്നത്. എന്താണെങ്കിലും ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ടൊക്കെ ചെയർമാൻ്റെയും കമ്മിറ്റി ട്രഷറൊക്കെ ആയി ഞങ്ങളൊരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്നതൊക്കെ സഹായിച്ച് വേറൊരു ജീവിത വരുമാന മാർഗമില്ലാത്ത ഒരു കുടുംബമാണ് രൂപേഷിൻ്റെതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിത്യം കൂലിപ്പണിക്ക് പോകുന്നതാണ് അച്ഛന് വേറൊരു വരുമാന മാർഗമൊന്നുമില്ലാത്ത ഒരു കുടുംബമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒന്നടക്കം രാഷ്ട്രീയ ഭേദമതം വ്യത്യാസമില്ലാതെ ഞങ്ങളെല്ലാവരും ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ പ്രിയ സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവനാൽ കഴിയുന്നൊരു സഹായം ചെയ്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ നിങ്ങളെല്ലാവരും പങ്കാളിയാകണമെന്ന് ഞാൻ ഈ നാടിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. വളരെ നിർധന കുടുംബമായ രൂപേഷിന് കഴിഞ്ഞ 1 വർഷമായി നാട്ടുകാരുടെയും സുമനസ്സുടെയും സഹായത്തോടു കൂടി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ATG എന്ന് പറയുന്ന ആൻറ്റി തൈമോസൈറ്റ് ഗ്ലോബിൻ എന്ന ആ ഒരു ചികിത്സ നടത്തിയാൽ രൂപേഷിനെ ചികിത്സിച്ചാൽ മാത്രമേ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. വളരെ ഭീമമായ ഒരു സംഖ്യ കണ്ടെത്താൻ വളരെ പ്രയാസപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി വിവിധ മേഖല എല്ലാ ആളുകളെയും നാട്ടുകാരൊന്നിച്ചുകൊണ്ട് ഈ ഒരു കുടുംബത്തെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ രൂപേഷിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുകയാണ്. ഇതിലെല്ലാവരും
നിങ്ങളാൽ കഴിയുന്ന സഹായ സഹകരണം ചെയ്തുകൊണ്ട് നമ്മുടെ രൂപേഷിനെ തിരിച്ചു കൊണ്ടുള്ള സഹായത്തിലുണ്ടാണെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. ആദ്യം പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഈ രൂപേഷിനെ നമ്മളെ നാട്ടിൽ തന്നെ ജീവിക്കാൻ അതിന് ദൈവം ആയുസ്സും ആരോഗ്യം കൊടുക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും കഴിയുന്ന അത്ര, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൻ്റെ പുണ്യമാസം കണക്കിലെടുത്ത് എല്ലാവരും അതിനുവേണ്ടി സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഡോക്ടർമാർ അവൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ വളരെ വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് നല്ല ഭീമമായ ഒരു സംഖ്യ നമുക്ക് ചെലവ് വരുന്നുണ്ട്. ഈ നാട്ടുകാരായ ഞങ്ങളാൽ കഴിയുന്ന വിധം എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങളെക്കൊണ്ട് താങ്ങാത്തൊരു കാര്യമായതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക്, സുമനസ്സുകളായ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഈ നാടിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. വളരെ പ്രയാസകരമാണ് ആ സഹോദരൻ്റെ അവസ്ഥ. കല്യാണം കഴിഞ്ഞ് 1 വർഷമായപ്പോഴാണ് ഇങ്ങനെ ഒരു രോഗം പിടിപെട്ട ആ ഒരു കാര്യം മനസ്സിലാകുന്നത്. വളരെ ജീവിതത്തിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് വളരെ അധികം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അമ്മയുടെ കരച്ചിലും ആ ഒരു പ്രയാസകരമായൊരവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടു. നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകുന്നതോടൊപ്പം എല്ലാവരും രൂപേഷിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുകൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.